നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള കളം, രാഷ്ട്രീയ കളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. മൂന്ന് മുന്നണികളും ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത പറയപ്പെടുന്നത് കോൺഗ്രസിനുമാണ്. എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തദ്ദേശ തിരഞ്ഞെടുപ്പുണ്ട്. നമ്മൾ തലസ്ഥാനത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ളൊരു തന്ത്രം, അധികാരം പിടിക്കാനുള്ളൊരു തന്ത്രം കോർപ്പറേഷനിൽ BJP മെനയുകയാണെന്നുള്ള വിവരങ്ങൾ, റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ, അവിടെ വിജയിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയെ എത്രമാത്രം ഇത് സ്വാധീനിക്കും? വളരെ ശരിയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള എന്താ പറയുക, ഒരു സൂചനയാണ്. നിയമസഭയിൽ ആര് അധികാരമേൽക്കും, കേരളം ആര് ഭരിക്കും എന്നതിൻ്റെ സൂചനയാണ് ഏതാണ്ടൊരു 4-5 മാസങ്ങൾക്ക് മുമ്പ് നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും അതിൻ്റെ ഫലവും. കേരളത്തിൽ അങ്ങനെയാണ് അത്. പക്ഷേ അതിന് ഇടയ്ക്കൊക്കെ അത് ചില പാകപ്പിഴകളൊക്കെ വന്നിട്ടുണ്ട്. വിചാരിച്ചതുപോലെ കണക്കുകൂട്ടലുകൾ എപ്പോഴും ശരിയായിട്ടില്ല. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ BJP വലിയ തോതിൽ തന്ത്രങ്ങൾ മെനയുകയാണ്. അവരതിൽ വളരെ മുന്നോട്ട് പോയി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു രൂപം ഞാൻ പറയാം. 4 നിയമസഭാ മണ്ഡലങ്ങൾ ഭൂരിഭാഗവും ചേരുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇത് നേമം, തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം സമ്പൂർണ്ണമായും, കഴക്കൂട്ടം, അതുപോലെ വട്ടിയൂർക്കാവ്. ഈ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം ഈ 3 മണ്ഡലങ്ങളിലും കുറച്ച് ഭാഗം ചില പഞ്ചായത്തുകൾ വരുന്നുണ്ട് ആ നിയമസഭാ മണ്ഡലങ്ങളിൽ. പക്ഷേ ഏറിയ കൂറും ഈ പറഞ്ഞതുപോലെ നഗരസഭയ്ക്ക് കീഴിൽ, കോർപ്പറേഷന് കീഴിലുള്ള വാർഡുകളാണ്. അപ്പോൾ ഈ വാർഡുകളിൽ ആര് ജയിക്കുന്നു, ആര് തോൽക്കുന്നു എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ കണക്കുകൾ വെച്ചുകൊണ്ട് വേണം നമ്മൾ തിരുവനന്തപുരത്തെ ഈ 4 മണ്ഡലങ്ങളിലെയും സ്ഥിതി പരിശോധിക്കാൻ. അതൊരു കാര്യം. രണ്ടാമത്, ഇപ്പോൾ വർക്കല എടുക്കാം. വർക്കലയിൽ ഇപ്പോൾ ഭരിക്കുന്നത് LDF ആണ്. പക്ഷേ അവിടെ മുഖ്യ പ്രതിപക്ഷം BJP ആണ്. BJPക്ക് അവിടെ വലിയ സ്വാധീനമുണ്ട്. നിയമസഭയിലേക്ക് വരുമ്പോൾ ആ സ്വാധീനം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അത് പ്രതിഫലിച്ചിട്ടുണ്ട്. പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ അവിടെ BJP അല്ല മത്സരിക്കുന്നത്, BDJS ആണ് മത്സരിക്കുന്നത്. അതിൻ്റേതായ പോരായ്മ അതിനുണ്ടാകുന്നുണ്ട്. അതുപോലെ നെടുമങ്ങാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് നെടുമങ്ങാട് നഗരസഭ. അവിടെയും BJPക്ക് ഇപ്പോൾ ധാരാളം കൗൺസിലർമാരുണ്ട്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ, നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റി അതുപോലെ മറ്റൊരു മുനിസിപ്പാലിറ്റിയാണ്. അവിടെയും വലിയ തോതിൽ BJPക്ക് കൗൺസിലർമാരുണ്ട്. BJP ശക്തമായ പ്രതിപക്ഷം തന്നെയാണ് അവിടെയും. അപ്പോൾ ഇങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ ആകമാനം. അപ്പോൾ അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ പാറശാല മണ്ഡലം BJPക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. ഏതാണ്ട് 35,000-ന് മേളിൽ വോട്ട് BJP അവിടെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പിടിച്ചു വരികയാണ്. എനിക്ക് തോന്നുന്നു 2016 തൊട്ട് BJP വളരെ കൃത്യമായിട്ട് 30,000-നും 35,000-നും ഒക്കെ ഇടയ്ക്കും, അല്ലെങ്കിൽ 35,000-ന് പുറത്തേക്കൊക്കെ വോട്ട് പോകുന്നുണ്ട്. നമ്മുടെ 2014 മുതലുള്ള ലോക്സഭ, നിയമസഭാ തിരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിക്കുമ്പോൾ. അതുപോലെ തന്നെയാണ് കാട്ടാക്കട മണ്ഡലം വരുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിലും കാട്ടാക്കടയിൽ BJP ഒരു വലിയ ശക്തിയാണ്. BJP അവിടെ എഴുതിത്തള്ളാൻ പറ്റില്ല. BJPയുടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ V. മുരളീധരൻ കാട്ടാക്കടയിൽ 1-ാം സ്ഥാനത്ത് വന്നു. അതുപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിലും BJPക്ക് വലിയ സ്വാധീനമുണ്ട്. അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധീറാണ് മത്സരിച്ചത്. അതൊരു പട്ടികജാതി സംവരണ മണ്ഡലം കൂടിയാണ്. പക്ഷേ BJPക്ക് അവിടെ വലിയ നേട്ടമുണ്ടായി. അതുപോലെ തന്നെ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലും BJPക്ക് കൗൺസിലർമാരുണ്ട്. പല സ്ഥലത്തും ചെറിയ ഒരു വോട്ടിനാണ് BJP തോറ്റുപോയത്. നമ്മുടെ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ V. മുരളീധരൻ അവിടെ 1-ാം സ്ഥാനത്തെത്തി. തൊട്ടടുത്ത ചിറയൻകീഴ് മണ്ഡലം, അവിടെയും BJPക്ക് നല്ല രീതിയിൽ 40,000-ന് പുറത്തേക്കൊക്കെ വോട്ട് പോയി. അതുപോലെ ഈ വർക്കല ഞാൻ നേരത്തെ പറഞ്ഞു, നെടുമങ്ങാട് ഞാൻ പറഞ്ഞു. കുറച്ച് മോശം അരുവിക്കരയിലും നമ്മുടെ വാമനപുരത്തുമാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ BJPക്ക് ഒരല്പം, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് ഒരല്പം പുറകിൽ നിൽക്കുന്നത് നെയ്യാറ്റിങ്കര, പിന്നെ കോവളം. പക്ഷേ കോവളത്തെ ഇക്കുറി രാജീവ് ചന്ദ്രശേഖർ വലിയ രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. അപ്പോൾ BJPയുടെ വോട്ട് ക്രമാനുഗതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു സത്യമാണ്. അത് നിഷേധിക്കാൻ പറ്റില്ല. നമ്മൾ ആ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവിടെ BJP പിടിക്കുന്ന വോട്ട്, BJP നേടുന്ന സീറ്റുകൾ, ഇതെല്ലാം കൃത്യമായ ചൂണ്ടുപലകയാണ് നിയമസഭയിലേക്ക്.
അപ്പോൾ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം എടുത്താൽ, നേമം എടുത്താൽ, വട്ടിയൂർക്കാവ് എടുത്താൽ, കഴക്കൂട്ടം എടുത്താൽ, ഈ തിരുവനന്തപുരത്തും നേമത്തും BJPക്ക് 15 കൗൺസിലർമാരെ വെച്ച് ജയിപ്പിക്കാൻ പറ്റും. കാരണം ഞാൻ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ താമസിക്കുന്ന ഒരാളാണ്. എനിക്ക് അവിടുത്തെ കണക്കുകൾ അറിയാം. 2015 മുതൽ BJPക്ക് വളരെ കൃത്യമായിട്ട് അവിടെ 10-ലധികം കൗൺസിലർമാരെ കിട്ടുന്നുണ്ട്. നേമം അതുപോലെ BJPക്ക് കൗൺസിലർമാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അത് കരമന, കാലടി തുടങ്ങി മേലാറന്നൂറൊക്കെ തുടങ്ങിയ ആ വാർഡുകളെല്ലാം അടുത്തടുത്ത് കിടക്കുന്നതാണ്. പൂജപ്പുര, മുടവൻമുകൾ, ഇവിടെ എല്ലാം BJPക്ക് വലിയ സ്വാധീനമുണ്ട്. BJPയുടെ കൗൺസിലർമാരാണ് പല സ്ഥലത്തും. ഇങ്ങോട്ടേക്ക് വന്നാൽ നമ്മുടെ കാലടി, അതുപോലെ അത് ഈ കരമനയ്ക്ക് അടുത്ത് കിടക്കുന്നതാണ്. പിന്നെ ഇപ്പുറത്ത് വന്നാൽ നമ്മുടെ കുരിയാത്തി എന്ന് പറഞ്ഞൊരു വാർഡുണ്ട്, മണക്കാടുണ്ട്, ചാലയുണ്ട്. ഈ വാർഡുകളെല്ലാം ഇപ്പോൾ BJPയാണ് ജയിച്ചിരിക്കുന്നത്. BJPയുടെ കൈവശമിരിക്കുന്ന വാർഡുകളാണ്. അവിടെയൊക്കെ നല്ല രീതിയിൽ കൗൺസിലർമാർ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുമുണ്ട്. വലിയ പരാതിയുണ്ട്, അവർക്ക് കൃത്യമായ ഫണ്ട് നഗരസഭ കൊടുക്കുന്നില്ല, അവരുടെ വികസന പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഞാൻ ഈ പറഞ്ഞത് നേമം മണ്ഡലത്തിൽ വരുന്ന പ്രദേശങ്ങൾ, നേമം, തിരുവനന്തപുരം മണ്ഡലങ്ങളിലൊക്കെ ആയിട്ട് മാറി മാറി വരുന്നതാണ് ഇതിൽ പലതും. അപ്പോൾ ഇവിടെയെല്ലാം ഈ വാർഡുകളിലെല്ലാം ഒരു 15 വാർഡുകൾ വെച്ച് BJP പിടിച്ചാൽ തിരിഞ്ഞു നോക്കണ്ട, അത് ഉറപ്പായിട്ടും നിയമസഭയിൽ അവിടെ BJPക്ക് MLA ഉണ്ടാകും. ഇക്കുറി എന്താണ് ശശി തരൂർ ഇനി മത്സരത്തിന് ഇല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും BJPക്ക് വലിയ സ്വാധീനം, നേരത്തെ തന്നെ വോട്ടിൻ്റെ വീതം നോക്കുകയാണെങ്കിൽ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത്, ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തുകയാണെങ്കിൽ നല്ല പുഷ്പം പോലെ വിജയിച്ചു വരാൻ വേണ്ടി സാധിക്കും എന്നല്ലേ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. അല്ല, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ നിയമസഭാ മണ്ഡലത്തിലെ കാര്യത്തിനെ കുറിച്ചാണ്. നിയമസഭാ മണ്ഡലങ്ങളിൽ കൃത്യമായിട്ട് മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ BJPക്ക് അനുകൂലമായ ഒരു ഇത് ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ കഴക്കൂട്ടം മണ്ഡലത്തിലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും BJPക്ക് ഈ കൗൺസിലർമാരുടെ എണ്ണം ശകലം കുറവാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും BJP 2ാം സ്ഥാനത്ത് വരുന്ന വാർഡുകളെല്ലാം ജയിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയുമായിട്ട് വലിയ വ്യത്യാസമില്ല, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അവിടങ്ങളിൽ BJPക്ക് അവിടെയും ഈ പറഞ്ഞതുപോലെ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും കഴക്കൂട്ടം മണ്ഡലത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കാം. അതുപോലെ വർക്കല മുനിസിപ്പാലിറ്റി BJP പിടിച്ചാൽ തീർച്ചയായിട്ടും വർക്കലയിൽ BJP ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ നിയമസഭയിൽ നിർത്തുമ്പോൾ തന്നെ ഒരു സ്ഥാനാർത്ഥി ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത്, അതെ, സ്ഥാനാർത്ഥിയൊക്കെ വളരെ നേരത്തെ നിശ്ചയിച്ച് ആളെ എന്താ പറയണ്ടേ മണ്ഡലത്തിന് പരിചയപ്പെടുത്തി. ഇപ്പോൾ നമ്മൾ 2016 കഴക്കൂട്ടത്ത് V മുരളീധരൻ മത്സരിച്ചു, നേമത്ത് O രാജഗോപാൽ മത്സരിച്ചു, വട്ടിയൂർക്കാവിൽ കുമ്മനം രാജശേഖരൻ മത്സരിച്ചു. ഇവർ 3 പേരും ഈ മണ്ഡലങ്ങൾക്ക് പരിചിതരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഒരു പുതിയ പരിചയപ്പെടുത്തൽ ആവശ്യമില്ല. തിരുവനന്തപുരം മണ്ഡലത്തിൽ ശ്രീശാന്താണ് മത്സരിച്ചത്. ശ്രീശാന്തിനെ പിന്നെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ ശ്രീശാന്ത് ഒരു താഴെത്തട്ട് തൊട്ടേ BJPയിൽ പ്രവർത്തിച്ചു വന്ന ഒരാളല്ല, ഒരു സെലിബ്രിറ്റിയെ പോലെയാണ്, ഒരു ക്രിക്കറ്റ് താരമാണ്. പക്ഷേ എന്നിട്ടും ശ്രീശാന്തും വലിയ തോതിൽ അവിടെ വോട്ട് പിടിച്ചു. അത് 2021 BJP ഏതാണ്ട് ആവർത്തിച്ചു. 2021 അവിടെ കൃഷ്ണകുമാർ പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി മത്സരിച്ച അദ്ദേഹം പിന്നെ നല്ല രീതിയിൽ വോട്ട് പിടിച്ചു. അത് കോൺഗ്രസ്സിന് ദോഷമായി. അതുകൊണ്ടാണ് അവിടെ ശിവകുമാർ അന്ന് തോറ്റത്. പകരം LDFൻ്റെ ആന്റണി രാജുവാണ് വിജയിച്ചത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, അതായത് 2011 2016 അവിടെ ജയിച്ചത് ശിവകുമാറായിരുന്നു. പക്ഷേ ആ ശിവകുമാറിനെ അട്ടിമറിച്ച് LDF ജയിക്കാൻ കാര്യം BJP വലിയ തോതിൽ കോൺഗ്രസ്സിലേക്ക് പോയ വോട്ടുകൾ ഇങ്ങ് പിടിച്ചു. അതാണ് അവിടെ കോൺഗ്രസ്സിന് പരാജയമുണ്ടായത്. ഇത് പല മണ്ഡലങ്ങളിലും അങ്ങനെയാണ്. നേമത്തെ കഥ നമുക്കറിയാം. കൃത്യമായിട്ടും കോൺഗ്രസ് അവിടെ തകർന്ന്, UDF അവിടെ തകർന്ന് തരിപ്പണമായി പോയി. മുരളീധരൻ, സാക്ഷാൽ മുരളീധരൻ വന്ന് മത്സരിച്ചിട്ട് പോലും വെറും 36,000 വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഓർക്കണം, ഒരു കാലത്ത് ആ നേമം മണ്ഡലം ഈ പഴയ രൂപമൊക്കെ മാറി, അതിൻ്റെ അതിർത്തികളൊക്കെ മാറിയെങ്കിലും അതൊരു കോൺഗ്രസ് മണ്ഡലമായിരുന്നു. അവിടെ LDF ജയിക്കുന്നത് വളരെ അപൂർവമായിരുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് കോൺഗ്രസ് ചരിത്രത്തിലില്ലാത്ത വണ്ണം അവിടെ നിന്ന് ഒതുക്കപ്പെട്ടത്, അല്ലെങ്കിൽ അവിടെ നിന്ന് തൂത്തെറിയപ്പെട്ടത്. അതെല്ലാം BJPക്കാണ് ആ വോട്ടുകളെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ BJPക്ക് തിരുവനന്തപുരം വലിയ സാധ്യതയുള്ളൊരു തിരുവനന്തപുരം ജില്ല വലിയ സാധ്യതയുള്ള, അതായത് ഒരു പക്ഷേ
14 നിയമസഭാ മണ്ഡലങ്ങളാണ് അവിടെ ഉള്ളത്. ഒരു 10 മണ്ഡലങ്ങളിലെങ്കിലും അവർക്ക് MLA-മാരെ 10 MLA-മാരെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന വണ്ണം തിരുവനന്തപുരത്ത് കരുത്തുറ്റ പ്രവർത്തനം BJP-ക്കുണ്ട്. BJP-യെ സഹായിക്കാൻ അതിൻ്റെ പുറകിൽ RSS. എങ്കിലും നമുക്ക് ഒരു കാര്യം, ഏറ്റവും സാധ്യതയുള്ള ഒരു മണ്ഡലം എന്ന് പറയുമ്പോൾ ഏത് പറയാൻ പറ്റും? തീർച്ചയായിട്ടും അത് നേമം തന്നെയാണ്. എൻ്റെ ദൃഷ്ടിയിൽ ഇപ്പോഴും നേമം BJP-യുടെ ഉറച്ച കോട്ടയാണ്. നേമത്ത് BJP ജയിക്കാതിരിക്കാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നില്ല. കഴിഞ്ഞ തവണ അത് പറ്റിപ്പോയത് K. മുരളീധരൻ അവിടെ വന്ന് മത്സരിക്കുകയും കുറച്ച് CPM വിരുദ്ധ വോട്ടുകൾ, BJP-യിലേക്ക് പോകേണ്ടിയിരുന്ന CPM വിരുദ്ധ വോട്ടുകൾ നമ്മുടെ എന്താ പറയുക K. മുരളീധരന് കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച കുമ്മനം രാജശേഖരന് വോട്ട് കുറച്ച് കുറഞ്ഞു. അതാണ് അദ്ദേഹം അവിടെ തോക്കാനുണ്ടായ കാരണം. ഇല്ലെങ്കിൽ അദ്ദേഹം അവിടെ ജയിച്ചു വന്നേ. തീർച്ചയായിട്ടും. എന്തായാലും ലോക്സഭയിൽ സംഭവിച്ച പിഴവുകളൊന്നും നിയമസഭയിൽ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. നല്ല സ്ഥാനാർത്ഥിയെ നിർത്തുക എല്ലാ മണ്ഡലങ്ങളിലും, അതോടൊപ്പം തന്നെ വിജയം ഉറപ്പിക്കുക എന്നതാണ് എല്ലാവരും ശ്രമിക്കുക. തീർച്ചയായിട്ടും അവിടെ നമ്മൾ LDF-നെയും UDF-നെയും കുറച്ച് കാണണ്ട. രണ്ടുപേർക്കും മികച്ച സ്ഥാനാർത്ഥികളുണ്ട്. രണ്ടുപേർക്കും നല്ല രീതിയിൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന വണ്ണം സംഘടനാ സംവിധാനമുണ്ട്. ഇതൊക്കെ ഉണ്ട് തിരുവനന്തപുരം ജില്ലയിൽ. പക്ഷേ അതിനെല്ലാം കവച്ചു വയ്ക്കുന്ന ഒരു പ്രകടനം നടത്താൻ BJP-ക്ക് സാധിച്ചേക്കും എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ.